പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സത്യമായ ദൈവസ്നേഹത്തിൻ്റെ ക്രിസ്തു വിശ്വാസത്തിൻ്റെ ഏക അടയാളം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ ഈശോ പറയുന്നു, നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയുമായിരിക്കണം. പരിശുദ്ധ കന്യകാമറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോഴാണ് രക്ഷകൻ ദൈവപുത്രൻ അവളിൽ വന്നു പിറന്നത്. ഈശോ മാമോദിസ സ്വീകരിക്കാൻ മനുഷ്യനായ സ്നാപയോഹന്നാന്റെ മുന്നിൽ അല്പം താന്നു കൊടുത്തപ്പോഴാണ് സ്വർഗം തുറക്കപ്പെട്ടത്, പിതാവ് സാക്ഷ്യപ്പെടുത്തിയത്, പരിശുദ്ധാത്മാവ് പ്രാവ് രൂപത്തിൽ ഇറങ്ങി വസിച്ചത്. യുഗാന്തം വരെ മനുഷ്യ മക്കളോടൊത്തു വസിക്കാൻ, മനുഷ്യനെ സ്വർഗത്തിന് അവകാശിയാക്കാൻ വിശുദ്ധ കുർബാന സ്ഥാപിക്കും മുമ്പ് പച്ച മനുഷ്യരായ അപ്പസ്തോലരുടെ കാലുകൾ കഴുകി. തന്നിൽ വിശ്വസിക്കുന്നവരുടെ ചൈതന്യം എന്തായിരിക്കണമെന്ന് പഠിപ്പിച്ച ഈശോ, തന്നെ ഒറ്റിക്കൊടുത്തവനെ സ്നേഹിത എന്ന് വിളിച്ചവൻ കുരിശിൽ തൂക്കപ്പെട്ടപ്പോൾ പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചവൻ, അതാണ് വിനയത്തിൻ്റെ ശുശ്രൂഷയുടെ പൂർണ്ണ രൂപമായ യേശു ക്രിസ്തു. യേശുവിൻ്റെ മനസ്സിനിണങ്ങിയ ശുശ്രൂഷകരും ചെറിയവരുമാകുക എന്നതാണ് ക്രിസ്തു വിശ്വാസത്തിൻ്റെ കാതൽ. ആ ചെറിയവർക്കു മാത്രമേ കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും ശാന്തിയും സമാധാനവും സ്നേഹവും ഐക്യവും വിശുദ്ധിയും വളർത്തുവാനും പ്രസരിപ്പിക്കുവാനും സാധിക്കൂ. അല്ലാത്തതൊക്കെ ഫലം നൽകാത്ത അത്തിമരം പോലെ. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യം. ഉന്നതരും പ്രശസ്തരുമായി അനേകരുണ്ട്, എന്നാൽ വിനീതർക്കാണ് അവിടുന്ന് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. ദൈവമക്കളെ, കർത്താവിൻ്റെ വിളി തൻ്റെ വിനീതരുടെ ഗണത്തിൽ അംഗമാകാനാണ്. യേശു ചൈതന്യത്താൻ നിറഞ്ഞ് സ്വർഗരാജ്യത്തിലെ വലിയവരാകാനാണ്. യേശു നാമത്തിൽ സകലരും രക്ഷിക്കപ്പെടട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.